കുറെ ആളുകളെ ദുബൈയിലൊക്കെ പോയി, അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ഏതെങ്കിലും അറേബ്യൻ കൺട്രികളിലൊക്കെ പോയിട്ട് ഒരു ചെറിയ തൊഴിലൊക്കെ ആയി കഴിയുമ്പോഴേക്ക് അവർ ഇന്ത്യക്കെതിരെ കുരയ്ക്കാൻ തുടങ്ങും. അവരുടെ ഒരു ധാരണ എന്താ തന്നെ, ഒരിക്കലും നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങി വരേണ്ടി വരില്ലെന്ന. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നത് ആർക്കാ? UAE-ക്കാണ്. സൗദി അറേബ്യയും UAE-യും മാറി മാറി ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഇറാനെ ഒന്നും പറയാനില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ച സമയത്ത് ഗൾഫിൽ ഇരുന്നിട്ട് ഒരു കാക്ക ഈ രാജ്യത്തിനെതിരെ പറഞ്ഞത് ഓർത്ത് നോക്കിക്കോ. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. കാരണം ഇവന്റെ ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണേ. പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചത്ര ഇത്രയൊക്കെ തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്കി ചക്കന്മാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അവരങ്ങ് നിരോധിക്കാൻ പറ്റുമോ? അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പവറാണ്. വല്ല കാര്യം ഉണ്ടാകും. നിങ്ങളിപ്പോൾ അത് നിരോധിച്ചു, നിങ്ങൾ പണ്ട് എൻ്റെ നിരോധിച്ചു, എന്നിട്ട് ഇപ്പം എന്തായി? സംഖ്യകളെ കൂടി കിടന്നിട്ട് ആർമാദിക്കാണ്. ഇതാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല, ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെന്റെ പൊന്നു മക്കൾ, ആ പേര് മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ല, അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. അതും കൂടി ആലോചിച്ചാണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ ബിദിനില്ല അല്ലാ മാക് നമുക്ക് കാണാൻ വെച്ചാൽ പരിപാടി എന്താണുള്ളത്. നിങ്ങള് മറ്റേ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെയല്ലേ, എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ. അപ്പൊ നിങ്ങൾ വേല ഊടായ്പും കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ ഞങ്ങൾക്ക് കുറെ മുന്നേ, ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ, ഒരു പ്ലേറ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ റസൂൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ കേട്ടതാണ്. ദജ്ജാലിനെ കാണുന്നത് ഞങ്ങൾ ബേജാറാക്കുന്ന പോലെ. ദജ്ജാലിന്റെ പരിപാടി എന്താ അറിയാം? നമുക്ക് ഒരു കാലി ഔട്ടിട്ട് വലിച്ചങ്ങോട്ട് ചെയ്യുന്നല്ല. അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലം ചവിട്ടിയിട്ട്, പച്ച മനുഷ്യനെ കാലം ചവിട്ട് വലിച്ചങ്ങ് ചെയ്യുന്നതാണ് പരിപാടി. അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല. എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. എന്തായാലും പിന്നെ ഞാൻ ഈ വക കാര്യത്തിലൊക്കെ ഞാൻ STPക്ക് സപ്പോർട്ട്. ഈ മറ്റേ സംഘളയും മറ്റേ പൂട്ടിലെ പരിപാടിക്ക് സോറിട്ട തമ്മാടത്തിനും പറഞ്ഞാൽ ഒന്നും വിചാരിക്കണ്ട. കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പൊ നമ്മളൊന്നും മൂലത്തിൽ നിങ്ങൾ വീട്ടിലിട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട. വന്നു കഴിഞ്ഞാൽ പൊന്നങ്ങട്ടെ ഈ പറഞ്ഞ ദജ്ജാലിന്റെ പരിപാടി നമ്മൾ അങ്ങോട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോ ഇന്ന് ഇറാൻ നല്ലതുപോലെ കൊടുത്തോണ്ടിരിക്കുമ്പോ ഇവർക്ക് എന്തുണ്ട് തിരിച്ചു പറയാൻ? നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങി വരണമെന്നല്ലേ ഇവരിപ്പോൾ കേണ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്. അറേബ്യൻ കൺട്രികളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല, പിറന്ന നാട്ടിലേക്ക് ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ചാൽ 4 കാശ് കിട്ടിയപ്പോൾ പിറന്ന നാടിനെ മറന്ന് കളിച്ച ഇവനൊക്കെ ഇന്ന് ശരിക്കും അനുഭവിക്കണം. അതും കൊമേനിയുടെ കൈകൾ കൊണ്ട് തന്നെ നിനക്കൊക്കെ കിട്ടണം. അവൻ ചത്തുപോയെങ്കിലും. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, UAE-യുടെ തലസ്ഥാനമായ അബുദാബിയിൽ ഇറാൻ നടത്തിയ ഇന്നത്തെ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാരനടക്കം 2 പേര് മരിച്ച വിവരം നമ്മൾ ഇതിനോടകം അറിഞ്ഞതാണ്. മരിച്ച രണ്ടാമത്തെ ആൾ പാകിസ്ഥാൻ സ്വദേശിയാണ്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പരിക്കേറ്റ 3 പേരിൽ ഒരു ഇന്ത്യക്കാരനുണ്ട്. UAE ജോർദാൻ സ്വദേശികൾ വേറെയുമുണ്ട്. അപ്പോ പരിക്കേറ്റിട്ടുള്ള ആളുകളും കൊല്ലപ്പെട്ട ആളുകളും എന്തായിരുന്നാലും എല്ലാം കൂടി ഇറാന് പണി ഏതാണ്ട് ഉറപ്പായി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. എരന്ന് വാങ്ങിച്ചാൽ എന്ത് ചെയ്യും അറിഞ്ഞു കൊടുക്കാതെ. ഇതിനിടയിൽ ഇറാൻ നിരുപാധികം ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് 5 ഗൾഫ് രാജ്യങ്ങളാണ് ജോർദാനും അടക്കം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. 5 രാജ്യങ്ങള് കൂടാതെയാണ് ജോർദാൻ. അപ്പൊ അബുദാബിയിലെ സൊയ്ഹാനിലാണ് 2 പേരുടെ മരണത്തിനിടയാക്കിയ മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുമ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടാണ് ഇറാൻ അരിശം തീർക്കുന്നത്. കാരണം അറബ് രാജ്യങ്ങളൊന്നും തിരിച്ചാക്രമിക്കില്ലെന്ന് ഇറാൻ അറിയാം. അപ്പൊ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ UAE തകർത്തു. അവശിഷ്ടങ്ങൾ വീണിട്ടാണ് 2 പേര് മരിച്ചത്. 3 പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. UAE പ്രതിരോധ മന്ത്രാലയം വിശദമായിട്ട് വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്.
നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരിച്ച ആളില് ഒരാൾ ഇന്ത്യക്കാരനാണ് എന്നത് എടുത്തു പറയണം, കാരണം ഇന്ത്യയെ കൂടി ചുടിപ്പിക്കും ഇതിനകത്തേക്ക്. രണ്ടാമത്തെ ആള് പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് UAE സ്ഥിരീകരിച്ചു. അതോടെ UAEയിൽ ഇറാൻ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 11 കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ 3 പേര് സൈനികരാണ്. മിസൈൽ ആക്രമണ ശ്രമം ഉണ്ടായെന്നും ജാഗ്രത പാലിക്കണമെന്നും UAE ആഭ്യന്തര മന്ത്രാലയം രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏകപക്ഷീയമായി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. ഒമാൻ ഒഴികെയുള്ള 5 GCC രാജ്യങ്ങളും ജോർദാനും ചേർന്നിട്ടാണ് ഇറാൻ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് സംയുക്തമായ പ്രസ്താവന പുറപ്പെടുവിച്ചത്. തിരിച്ചടിക്കാൻ പാങ്ങില്ലല്ലോ. UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി അറേബ്യ, ജോർദാൻ ഈ 6 രാജ്യങ്ങളാണ് പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഇറാന്റെ സ്ലീപ്പർ സെല്ലുകൾ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഇത് അപലപനീയമാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. UAE, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കും ഇറാനിൽ നിന്ന് ഇന്ന് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ അബുദാബിയിലെ സൊയ്ഹാൻ സ്ട്രീറ്റില് മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുണ്ടായ ദൗർഭാഗ്യകരമായ അപകടത്തിൽ 2 പേര് മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവം അതീവ ഗൗരവമുള്ളതാണ് ആയിട്ടാണ് ലോകരാജ്യങ്ങൾ കാണുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ ഇറാനിൽ നിന്ന് UAE ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും UAE വ്യോമ പ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ വിജയകരമായി തകർത്തു. പക്ഷേ തകർക്കപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലയിലേക്ക് പതിച്ചിട്ടാണ് മരണകാരണമുണ്ടായത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം വന്നത്. അപകടത്തിൽ മരിച്ച 2 പേരെയും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്കേറ്റ 3 പേര് ഉടൻ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏത് രാജ്യത്തുള്ളവരാണെന്ന് അറിഞ്ഞു, വ്യക്തികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മിസൈൽ അവശിഷ്ടങ്ങൾ വീണതിനെ തുടർന്ന് പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടെത്തിയ മിസൈലുകളെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് സാധിച്ചെങ്കിലും അവശിഷ്ടങ്ങൾ പതിച്ചിട്ടുണ്ടായ ആഘാതം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി. സംഭവം നടന്ന ഉടനെ തന്നെ അടിയന്തര രക്ഷാസേനയും സുരക്ഷാ വിഭാഗങ്ങളും സ്ഥലത്തെത്തി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. നിലവിൽ സുരക്ഷാ ഏജൻസികൾ പ്രദേശം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. UAE പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിച്ച ഈ സംഭവത്തെക്കുറിച്ച് പൊതുജനങ്ങൾ പരിഭ്രാന്തരാകണ്ട, സർക്കാർ നൽകുന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിച്ചാൽ മതി എന്നും അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ വഴി തെറ്റായ വിവരങ്ങളോ വ്യാജ വീഡിയോകളോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ പോലെ അതൊന്നും വിദേശ രാജ്യങ്ങളിൽ ഇരുന്നിട്ട് എളുപ്പമായിരിക്കില്ല. കാരണം ഇവിടെ ഇരുന്നിട്ട് എന്ത് കുതന്ത്രവും ഇവർക്ക് മെനയാൻ പറ്റും. രാജ്യത്തിന്റെ ആകാശ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സൈന്യം അതീവ ജാഗ്രത തുടരുകയാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളൊരു രാജ്യത്ത് ഒരു ജോലിക്ക് വേണ്ടി പോയി നമുക്ക് അന്നം തരുന്ന രാജ്യമാണ്. അവിടെ എന്തെങ്കിലും രൂപത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവിടം വിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സോണ് തേടുക എന്നത് തികച്ചും നല്ല ഒരു സ്വഭാവമല്ല. ഇസ്രായേലിൽ നിന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, യുദ്ധമുണ്ട്. പക്ഷെ എന്നാലും സാധാരണ ദിവസം പോലെ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ പോകുന്നു. കച്ചവട സാമഗ്രികളുമായിട്ട് ആളുകൾ രംഗത്തുണ്ട്. എങ്ങാനും അലാറം അടിച്ചാൽ പോലും 5, 10, 15 മിനിറ്റ് ചിലപ്പോൾ തുരങ്കത്തിനകത്ത് നിൽക്കേണ്ടി വരും. ആ ടണലിനകത്ത് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിക്നിക്കിന് പോയതുപോലെയുള്ള ഒരു എഫക്റ്റാണ് അതിനകത്തുണ്ടാകുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇന്റർനെറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിനകത്തുണ്ട്, ഒരു പ്രോബ്ലവുമില്ല. അതുകൊണ്ട് അന്നം തരുന്ന രാജ്യത്തോട് കൂറു പുലർത്തുന്നത് കൊണ്ട് തന്നെ അവരാരും എങ്ങും പോകാറില്ല. തന്നെയുമല്ല, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ആ രാജ്യം വിട്ടുപോയാൽ ആ രാജ്യത്തെ തകർക്കാൻ ശത്രുക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമാകത്തല്ലേ ഉള്ളൂ. മറ്റേതാകുമ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി സംയമനം പാലിക്കുമെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു. ദുബൈയിൽ നിന്ന് ആളുകളുടെ കൂട്ടപ്പലായനം. ഇപ്പൊ ദുബൈ ആണല്ലോ ഇപ്പം കുറച്ചായിട്ട് ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സൗദിയെയും ഉണ്ട്, ബഹ്റൈനെ ഒക്കെ ആക്രമിക്കുന്നുണ്ട്. എന്നാലും ദുബൈയെ ഇവർ ലക്ഷ്യം പോലെ എടുത്തിരിക്കുവാണ്. അതുകൊണ്ട് കൂട്ടമായിട്ട് ആളുകൾ പലായനം ചെയ്യുന്നു എന്ന വാർത്തയാണ് കണ്ടത്. അത് വ്യാജ വാർത്തയാണ് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അല്ല, ദുബൈയിൽ ഇരുന്നിട്ടേ കുറെ ആളുകൾ ഇന്ത്യയെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ല നമ്മുടെ സ്വന്തം രാജ്യത്തേക്ക് നമ്മൾ മടങ്ങി വരേണ്ടി വരുമെന്ന്. വേറൊരുത്തൻ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴേക്ക് ഞങ്ങളുടെ മൂലത്തിൽ ഈർക്കിലിട്ട് ഇളക്കല്ലേ, ഞങ്ങൾ കിലോ കണക്കിന് സ്വർണം കയറ്റിക്കൊണ്ടുവരുന്നവരാണ് എന്ന രൂപത്തിൽ അവൻ പരിഹസിച്ച് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ പരിഹസിച്ചത് ഓർമ്മയുണ്ടോ? ആ വീഡിയോ പലതവണ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തന്നിട്ടുള്ളതാ. അപ്പൊ ഇവരൊക്കെ വിചാരിക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വം പോകുന്നിടത്ത് എല്ലായിടത്തും കിട്ടുമെന്നാ. ഇല്ല,
എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നാലും ശരി, സമ്മാനം വാങ്ങണമെങ്കിൽ താഴെ തന്നെ വരണം. ചില ആളുകൾ അങ്ങനെയാ. ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ കാനഡയിൽ പോയിരുന്ന നരേന്ദ്രമോദിയെ തെറി പറയും, ഇന്തോനേഷ്യയിൽ പോയിരുന്ന നരേന്ദ്രമോദിയെ തെറി പറയും. പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഒരു മൊട്ടയെന്ന് പറയുന്ന ഒരു തെണ്ടി മലേഷ്യയിൽ പോയിരുന്നിട്ട് എന്താ പറഞ്ഞത്? മലേഷ്യയിലാണോ ഇന്തോനേഷ്യയിൽ പോയിരുന്നിട്ട് പറഞ്ഞത് നരേന്ദ്രമോദി പ്ലാൻ ചെയ്തതാണ് പഹൽഗാം ഭീകരാക്രമണം എന്നായിരുന്നു. സ്വന്തം രാജ്യത്തെ തകർക്കാൻ ആ രാജ്യത്തിനകത്ത് തന്നെ ഇരുന്ന് പ്ലാൻ ചെയ്യാനേ നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആയത്തുള്ള അലി കൊമേനി എന്നല്ല. ആയത്തുള്ള അലി കൊമേനിക്ക് വേണ്ടി ഇവിടെ കിടന്ന് നിലവിളിക്കുന്നവന്മാർ നരേന്ദ്രമോദി സ്വന്തം രാജ്യത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന സേവനങ്ങൾ അറിയണമെങ്കിൽ ഒരു ഹോർമോസ് കടലിടുക്ക് അടച്ചപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഇറാൻ അത് തുറന്നു കൊടുത്തില്ലേ? ഇല്ലേ? അമിത നികുതി ഈടാക്കിയോ? ഉടനെ തന്നെ എന്ത് ചെയ്തു? ദുബൈ ഇറങ്ങി, സൗദി അറേബ്യയും ഇറങ്ങി. ഉടനെ തന്നെ അവരെ കൊഫ്രാക്കാൻ അടുത്ത തുറമുഖം വഴി ദാ വരുന്നു ഇന്ത്യയുടെ ചരക്കുകൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? എല്ലാ രാജ്യമായിട്ടും എല്ലാ രാജ്യത്തിന്റെ പ്രതിനിധികളുമായിട്ടും നല്ല രൂപത്തിലുള്ള വാണിജ്യ ബന്ധങ്ങളും അയൽവാസ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ചില കരാറുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിക്കുന്നത് കൊണ്ടും ആ രാജ്യങ്ങളെ സഹായിച്ചും സഹകരിച്ചും മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ് ഇന്ത്യക്ക് ആ രൂപത്തിൽ പല രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ മീഡിയേഷന് പോലും ഇന്ത്യയെ ക്ഷണിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോ ദുബൈയിൽ നിന്നും ആളുകൾ കൂട്ടമായിട്ട് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നു എന്നുള്ള വാർത്ത കേട്ടു. ദുബൈയിൽ നിന്ന് ആളുകളുടെ കൂട്ടപ്പലായനം, പ്രത്യേകിച്ചു മലയാളികൾ കൂട്ടമായിട്ട് ജോലിയില്ലാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു കയറുന്നു. ദുബൈയിൽ നിന്ന് കൂട്ടമായിട്ട് മലയാളികൾ ഒഴിഞ്ഞു പോകുന്നു എന്നും ദുബൈ സുരക്ഷിതമല്ല എന്നുമൊക്കെയുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അധികൃതർ. ദുബൈയിലെ ജീവിതം സാധാരണ നിലയിലാണ് എന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ദുബൈ ഗവൺമെന്റ് മീഡിയ ഓഫീസ് വ്യക്തമാക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തിരുന്ന് ഈ രാജ്യത്തിനെതിരെ കിടന്ന് കൊണയടിക്കുന്നത് പോലെ വല്ല രാജ്യത്തും പോയിരുന്നിട്ട് അടിക്കാൻ പറ്റില്ല എന്ന്. ദുബൈയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു, രാജ്യം സുരക്ഷിതമല്ല. വാർത്തയാ, കുറെ യൂട്യൂബോളികൾ പടച്ചുവിടുന്നതാ. ഇത് പൂർണ്ണമായും വ്യാജമാണ് എന്ന് ദുബൈ അധികൃതർ അറിയിച്ചു. പിന്നീട് ആ രാജ്യത്തിന് നിനക്കൊക്കെ നിൽക്കാൻ പറ്റും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ. ബുധനാഴ്ച ദുബൈ ഗവൺമെന്റിന്റെ മീഡിയ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോയിലൂടെയാണ് ഇത്തരം തെറ്റായ പ്രചാരണങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെട്ടു വന്നത്. ദുബൈയിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടുകൂടി മടങ്ങുന്നില്ല, വിമാനത്താവളങ്ങൾ അടച്ചു പൂട്ടിയിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണ്, ബാങ്കുകൾ നിക്ഷേപകരുടെ പണം മരവിപ്പിച്ചിട്ടില്ല, പ്രോപ്പർട്ടി മാർക്കറ്റ് തകർന്നിട്ടില്ല. ഇതൊക്കെ മറ്റു പല ആളുകളും പടച്ചുവിടുന്ന വീഡിയോകൾ മാത്രമാണ്. സൂപ്പർ മാർക്കറ്റുകളിലെ ഷെൽഫുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന തരത്തിലുള്ള ചിത്രങ്ങളും വെച്ചിട്ടൊക്കെയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഈ വാർത്തകളെല്ലാം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ദുബൈയിലെ ജീവിതം സാധാരണ നിലയിലാണെന്നും അധികൃതർ പറഞ്ഞു. അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ പോകാതെ വസ്തുതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ദുബൈ സുരക്ഷിതമാണെന്ന്. പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ് എന്ന് അധികൃതർ വ്യക്തമാക്കി. വാർത്തകൾക്കായി സർക്കാർ സംവിധാനങ്ങളെയും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളെയും മാത്രം ആശ്രയിക്കുക. വ്യാജ വാർത്തകളോ പഴയ വീഡിയോകളോ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അതിന് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ശരി, അവിടെ ഇരിക്കുമ്പോൾ സുരക്ഷിതമാണ്, ഇവിടെ ഇരിക്കുമ്പോൾ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചിട്ട് ദുബൈ എന്ന രാഷ്ട്രത്തെ കൊച്ചാക്കി കാണിച്ച് അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നു, അത് പരാജയപ്പെട്ടു എന്ന് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ആരായിരുന്നാലും എവിടെ ഇരുന്നിട്ടാണെങ്കിലും പൊക്കുമെന്നാണ് ദുബൈ പറഞ്ഞത്. നന്ദി.